ഹലോ ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കല്ലുമക്കായി അച്ചാറിടാനുള്ള പരിപാടിയിലാണ്. എല്ലാവരും കണ്ടു നോക്ക്. അച്ചാറിടാം. കല്ലുമക്കായി ഫസ്റ്റ് നമ്മൾ നല്ലവണ്ണം കൂടെ ഇതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് വേണം നല്ലോണം കഴുകിയിട്ട് പിന്നെ ഇത് തിളപ്പിച്ചിട്ടെടുക്കാൻ. തിളച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നിറഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വെള്ളം തിളപ്പിക്കുക തന്നെ വേണം. തിളപ്പിച്ചതിന് ശേഷം ഊറ്റിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഇടാൻ പോവാണ്. അപ്പോൾ പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ പണി കേട്ടോ. കല്ലുമക്കായ അച്ചാർ കൂട്ടാനൊക്കെ നമുക്ക് ഈസി ആയിരിക്കും. പക്ഷേ ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഒരു 5-8 വെള്ളത്തിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ഫസ്റ്റ് ക്ലീൻ ചെയ്യാനാണ് കഷ്ടം. അതിനുശേഷം പിന്നെയും നമ്മൾ ഇത് കറന്നെടുക്കുന്നത് വലിയൊരു പണി തന്നെയാണ്. അങ്ങനെ നമ്മുടെ കോഴിക്കുട്ടന്മാരൊക്കെ ഇങ്ങോട്ട് തന്നെ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അതിന് സമയമായിട്ടുണ്ട് ഫുഡ് കഴിക്കാനുള്ള. അവരെ വിടണം. അത്രയും വെള്ളത്തിൽ ഒരു ഇത് കണ്ട നിങ്ങൾ ഇത്ര വെള്ളത്തിൽ കഴുകിയിട്ട് ഇനിയും ഇത് പിന്നെയും നമ്മൾ കുറേ പ്രാവശ്യം കഴുകിയാൽ അത് വിചാരിച്ച പോലത്തെ ക്ലീനിങ്ങിലോട്ട് വരുള്ളൂ. അതുകൊണ്ട് ഇതാ അതിനുള്ള വെളുത്തുള്ളിയൊക്കെ ഇറക്കുകയാണ്. പിന്നെ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് വെളുത്തുള്ളി പച്ചമുളകൊക്കെ വേണ്ടേ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ ഊറ്റിയെടുക്കാനും വെള്ളം നല്ല നീറ്റായിട്ട് ഉണ്ടാക്കും. മെയിനായിട്ട് ഇതിൻ്റെ കൂടെയൊക്കെ ഭയങ്കര വൃത്തികേടായിരിക്കും. എത്ര കഴുകിയിട്ടും വെള്ളം തിളപ്പിക്കുമ്പോൾ പിന്നെയും ഇങ്ങനെ ഒരുമാതിരി നിറമായിരിക്കും. ഇത് തിളച്ച് നല്ല കുറേ സമയമായി തിളച്ചിട്ട് പതയൊക്കെ പൊന്തി. അതിന് ശേഷം ഞാൻ ഇപ്പോഴും വന്നിട്ടാണ് ഇത് എടുക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ കളർ കുറച്ച് ഇങ്ങനെയുള്ളത് കേട്ടോ. കഴിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇച്ചിരി സുഖമായ ആയി പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓക്കെ ആയി. ഞങ്ങൾ അച്ചാറിലൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് പലരും വീട്ടിൽ വന്നിട്ട് മേടിച്ച്, കടകളിൽ മാത്രം ഞങ്ങൾക്ക് ഓർഡർ വന്നിട്ട് കൊടുക്കാൻ പറ്റിയില്ല. ബാക്കിയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും വന്നിട്ട് ഗൾഫിൽ കൊണ്ടുപോകാനൊക്കെ മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ അടുത്ത പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ? ഇതാണ് ഏറ്റവും വലിയ. പിന്നെ നമ്മൾ കല്ലുമക്കായി ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു കറുത്ത ഇതുണ്ടാകും വൃത്തിയായിട്ട്. അത് നമ്മൾ എടുത്ത് കണ്ടാണ് അത് ഫുള്ള് നീറ്റായിട്ട് എടുക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വയറുവേദന, വോമിറ്റിംഗ് ഒക്കെ ആവും. കല്ലുമക്കായിനെ പറ്റിയിട്ട് അറിഞ്ഞുകൂടാത്തവരോടാണ് പറയുന്നത്. ഇതാണ് മെയിൻ ഇതിൻ്റെ ക്ലീനിങ് ആണ്. ഇനി ഇത് പിന്നെയും നല്ലോണം കഴുകണം. നല്ലോണം എന്ന് വെച്ചാൽ ഭയങ്കര ഇതായിട്ട് കഴുകണം. എന്നിട്ട് വെള്ളത്തിൻ്റെ കളർ കണ്ടത് ഇതില്ലെങ്കിൽ എത്ര പ്രാവശ്യം കഴുകണം പറയാം നീറ്റായിട്ട് കിട്ടാൻ. അങ്ങനെ അതിൻ്റെ പരിപാടിയിലോട്ടേക്കാണ്. ഇത് ഫസ്റ്റ് നമ്മൾ നല്ലവണ്ണം ഫ്രൈ ചെയ്യണം. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി നല്ലോണം പുരട്ടിയിട്ട് വെച്ചതാണ്. കുറേ സമയം നമ്മൾ അത് പുരട്ടി വെക്കണം. ഞാൻ നല്ലെണ്ണയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. നല്ല എണ്ണയാണ്. ഒരു കുഴപ്പമില്ല. പ്യുവർ എണ്ണ ആയതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ അച്ചാർ ആ എണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. 6 മാസം 7 മാസമായിട്ടും അച്ചാർ ഒരു പ്രശ്നം ഒരു ഇതും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഇത് ചെയ്യുന്നതുകൊണ്ടാണ്. ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ട കറിവേപ്പില. ഇതാണ് ഇഞ്ചി വേറെ, വെളുത്തുള്ളി വേറെ, പച്ചമുളക് വേറെ, കറിവേപ്പില. പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ മോനേട്ടൻ്റെ എന്താ പറയണ്ടേ കായപ്പൊടി അതൊക്കെ ഇടും. കായം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വേറെ എന്തൊക്കെയോ ഉണ്ട്. അത് ഇവരെ സ്പെഷ്യൽ അച്ചാറായതുകൊണ്ട് അത് എനിക്ക് അറിയില്ല. ഇവർക്കാണത് അറിയില്ല. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് 1 കിലോ ഒക്കെ ഓരോരുത്തർ മേടിച്ചുകൊണ്ട് പോകുന്ന ഗൾഫിലേക്കൊക്കെ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് പെട്ടെന്ന് തീരുന്നൊരു അച്ചാറാണ്. പക്ഷെ അത്ര റിസ്ക് ആയതുകൊണ്ടാണ് ഞങ്ങൾ അധികം ഇതിനോട് കളിക്കാത്ത. കാരണം നമുക്ക് ആരോഗ്യവും വേണ്ടേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.